ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്യാരറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ടോ? എങ്കിലേ ഇങ്ങനൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ക്യാരറ്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ക്യാരറ്റ് വാങ്ങി ഉപ്പും മഞ്ഞപ്പൊടിക്കകത്തും ഇട്ട് കുറച്ച് നേരം വെച്ചിരുന്ന് അത് കഴുകി അതിൻ്റെ തോല് ചെത്താതെ തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അത് ഒരിപ്പം ഞാനിത് വെച്ചിട്ട് ഒരു 12 ദിവസമായി കാണാം. ഇപ്പോഴും ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ബെഡ്രൂട്ടിന് ക്യാരറ്റ് വലിയ ഇഷ്ടമായതുകൊണ്ട് വാങ്ങുമ്പോൾ കുറച്ച് അധികം വാങ്ങുമായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. ഫ്രിഡ്ജിൽ വെക്കുന്നു അത് പെട്ടെന്ന് ഉണങ്ങിയ പോലെ ആയിപ്പോവും. അപ്പം പിന്നെയാണ് ഞാൻ കുറേ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത്. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കും. സത്യം കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പം വരത്തില്ല. അപ്പം ഞാനിത് പറയുന്ന സമയത്ത് 12 ദിവസമായിട്ടുണ്ട്. 12 ദിവസമായിട്ടും ആ ക്യാരറ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഇന്ന് രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബെഡ്രൂട്ടിന് ലഞ്ച് സെറ്റാക്കുക എന്നാണ്. ലഞ്ചിന് ഞാൻ ഫ്രൈഡ് റൈസ് കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് അച്ഛൻ എണീറ്റ് വന്ന് സമയമൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ബെഡ്രൂട്ടിന് ബീൻസിനെക്കാട്ടിലും ക്യാപ്സിക്കം ഇടുന്നത്, ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ക്യാപ്സിക്കമാണ് വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത്. ബീൻസിന് പകരം ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തിട്ട് പകുതി ക്യാരറ്റ് സ്നാക്സ് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും പേരക്കയുമായിട്ടാണ് 10:30 കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു കഷ്ണം ഞാനും അടിച്ചു മാറ്റി കഴിച്ചു. നമുക്കും ഇല്ലേ വിശപ്പ്. അപ്പോൾ അതേ സൈഡായിട്ട് പൊട്ടറ്റോ ഫ്രൈ ആണ് കൊടുത്തു വിടുന്നത്. സോയാബീൻ ആക്കി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവന് പൊട്ടറ്റോ ഫ്രൈ മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടും കേട്ടോ. എല്ലാവരും ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഗരം മസാല, കുറച്ച് അരിപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് എരി കുറച്ച് ഇടാറുള്ളൂ. കുരുമുളക് പൊടി ഇടാറില്ല. എരി കൂടിക്കഴിഞ്ഞാൽ ബെഡ്രൂട്ടിന് എരി അത്ര വേണ്ട. പക്ഷേ മുട്ടയ്ക്കകത്ത് കുരുമുളക് പൊടിയിട്ട് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. പക്ഷേ മുളക് പൊടിയും കുരുമുളകും രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ, രണ്ടിൻ്റെയും കൂടെ എരിയായി കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബെഡ്രൂട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് റാഗി കുറുക്കിയാണ് കൊടുക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ദോശ, അപ്പം അങ്ങനത്തെ സാധനമൊക്കെ ആകുമ്പോൾ കവിളത്ത് വെച്ചിരിക്കും, പെട്ടെന്ന് ചവച്ചിറക്കത്തില്ല. കുറുക്കാകുമ്പോൾ വായി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, പെട്ടെന്ന് ഇറക്കിക്കോളും. അതുകൊണ്ട് കുറുക്കാണ് രാവിലെ കൊടുക്കുന്നത്. കുറുക്കും കൊടുക്കും, ഒരു മുട്ടയും പുഴുങ്ങി കൊടുക്കും. അതാകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. എന്തായാലും രണ്ടും ഗുണമുള്ള സാധനങ്ങളാണ്, റാഗിയും മുട്ടയും. അല്ലാണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദോശ പോലും കഴിക്കത്തില്ല. കവിളത്ത് വെച്ചുകൊണ്ടിരിക്കുക ഇറക്കാതെ. അങ്ങനെ ബെഡ്രൂട്ടിന് ലഞ്ച് സെറ്റായി. ഇനിയിപ്പോൾ എല്ലാം എടുത്ത് വെക്കണം. അവനെ പോയി വിളിക്കണം. വിളിച്ചുണർത്തുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഫുഡൊക്കെ റെഡിയായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കേ, ഒത്തിരി നാളായി ഈ തുമ്പി കണ്ടിട്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലത്തെ തുമ്പികളെ ഒരുപാട് കാണാറുണ്ടായിരുന്നു. പല പല കളറ് ഇങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ദേഹത്തിൽ. ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, ഓറഞ്ച്, അങ്ങനെ പല വെറൈറ്റി കളറുകളുള്ള തുമ്പികളെ ഇങ്ങനെ ഒരുപാട് കാണാൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം ഇതുപോലത്തെ തുമ്പികളെ അങ്ങനെ അപൂർവമായിട്ടേ കാണാൻ കിട്ടാറുള്ളൂ. ആഹാ, തുമ്പി പോയപ്പോൾ അതേ മഴ വന്നു. നല്ല അടിപൊളി മഴ. എന്തായാലും പെട്ടെന്ന് തന്നെ തോന്നട്ടോ മഴ. അല്ലെങ്കിൽ പിന്നെ യൂണിഫോമൊക്കെ നനഞ്ഞ് വേണം സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ അതേ ബെഡ്രൂട്ടൻ്റെ ഫുഡെല്ലാം റെഡിയായി. ബെഡ്രൂട്ടന് 2 വട്ടം സ്നാക്സ് ഉണ്ട്. രാവിലെ 10:30 10:30 കഴിക്കാൻ വേണ്ടിയിട്ടാണ് പേരക്കയും ക്യാരറ്റും എടുത്ത് വെച്ചത്. അത് കഴിഞ്ഞ് 2:30 2:30 അല്ലാണ്ട് നമ്മൾ ഈ ഫ്രൂട്ട്സ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരുമാതിരി ആയിപ്പോവും. അതുകൊണ്ട് നട്ട്സും പിന്നെ അല്ലാതെ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കൊടുത്തു വിടത്തേ ഉള്ളൂ. ആദ്യം ഗണപതിക്ക് എന്ന് പറയുന്ന പോലെ എടുക്കുന്ന ഐറ്റംസ് എല്ലാം എൻ്റെ വായിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ. ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക ഗോതമ്പിൻ്റെ അപ്പം.
അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കുറച്ച് ചോറെടുത്ത് തേങ്ങ തിരുമാൻ മടിയായതുകൊണ്ട് ഈ ബാക്കി ഇച്ചിരി തേങ്ങ ഇരുന്നത് അതേ എടുത്തോളൂ. എല്ലാം കൂടെ ആട്ടി ഈസ്റ്റൊക്കെ ഇട്ട് എല്ലാം കൂടെ ആട്ടി വെച്ച് കുറച്ച് നേരം പൊങ്ങാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ഞാൻ ഓടുവാണ് അവനെ വിളിക്കാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ആഹാരം കഴിക്കുന്ന ടാസ്ക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും രാവിലത്തെ ആ ഉമ്മ അതെന്തായാലും മസ്റ്റാണ്, അതെന്തായാലും മുടങ്ങത്തില്ല. അങ്ങനെ പിടിച്ചിരുത്തി കുറുക്കൊക്കെ കൊടുത്ത് കഴിക്കത്തില്ല, ഭയങ്കര മടിയാ കഴിക്കാൻ. രാവിലെ മുട്ട കൊടുത്തപ്പോൾ കാണിക്കുന്നുണ്ടില്ലേ, തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുവാണ്. അങ്ങനെ ഞാൻ പറയും ബ്രെയിന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ ബ്രെയിൻ ഇരുന്ന് ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ അവനെ കൊണ്ട് കഴിപ്പിക്കുവാണ്. അങ്ങനെ പിന്നെ എന്തായാലും എല്ലാം പെട്ടെന്ന് സെറ്റാക്കി അവനെ സ്കൂളിൽ മേളിൽ കൊണ്ടുവിടാൻ പോവാണ്. ഇനി പോയിട്ട് വന്നിട്ട് അപ്പം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പെട്ടെന്ന് ഞാൻ കുക്കറിലാണ് മുട്ടക്കറി വെക്കുന്നത്. അപ്പത്തിൻ്റെ മാവ് പക്ഷേ കുറച്ച് നേരം കൂടെ ഇരിക്കണമായിരുന്നു. ഇത് നന്നായിട്ട് പൊങ്ങിയില്ല. ഇതിപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ അടുപ്പിച്ച് ഇരുന്നോളൂ. നല്ലോണം പൊങ്ങി വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. മറ്റേ അല്ലാതെ വെക്കുകയാണെങ്കിൽ ഉള്ളിയിട്ട് വഴറ്റി ചുമ്മാ സമയം പോകും. ഇതാകുമ്പം കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് പച്ചമണം പോകുന്നവരെ ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പം മസാലപ്പൊടി ഇട്ട് കറിവേപ്പില ഇട്ട് നമുക്ക് എടുക്കാം. സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് എല്ലാം റെഡിയാവും. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെച്ച്, ഇല്ലെങ്കിൽ പിന്നെ പാത്രങ്ങളെല്ലാം അവിടെ കിടക്കും, അത് പിന്നെ മെനക്കേടായി പോകും. അങ്ങനെ അപ്പം ചുടാൻ തുടങ്ങി. അപ്പം അത്യാവശ്യം നന്നായിട്ട് കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പിൻ്റെ അപ്പം കഴിക്കാൻ പോകുന്നത്. മാവ് കുറച്ചുകൂടെ പൊങ്ങണമായിരുന്നു. കുറച്ച് സമയം കൂടെ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിയേനെ. അപ്പം ഓവർ കോൺഫിഡൻസ്, അപ്പം കൈ കൊണ്ടെടുക്കാൻ നോക്കി തറയിപ്പോയി. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.